നമ്മുടെ കുഞ്ഞു ആകെ ആടി തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പനി വരുന്ന ലക്ഷണം അവന്റെ മുഖത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു വിശേഷമുണ്ടെന്ന്. കുറച്ചു പേരൊക്കെ ഗസ്റ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ നാത്തൂൻ്റെ വളകാപ്പാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ്. നമ്മുടെ കുഞ്ഞിനൊന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവനെന്നിട്ടൊരു ചക്കയൊക്കെ കൊടുത്തു നോക്കി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിലേ എൻ്റെ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും മകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാമച്ചിയും ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഒക്കെ 14-ാം തീയതിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുഞ്ഞു ഒരാഴ്ചയോളം പനിച്ച് കിടന്നു. ഇന്നിപ്പോൾ 21-ാം തീയതിയായി. ഇന്നും അവൻ അങ്ങനെ അങ്ങ് ഓക്കെ ആയിട്ടില്ല കേട്ടോ. സ്കൂളിലും വിട്ടിട്ടില്ല. അവൻ്റെ പുറകെ തന്നെ നമ്മുടെ അപ്പുണ്ണിക്കും വയ്യാതെയായി. അവനും സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടോ. രണ്ടാളും ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ മരുന്നും കഴിക്കാനുണ്ട്. പിന്നെ ഞാനിതേ ഇവിടെ അതിസാഹസികമായിട്ട് വളകാപ്പ് എന്ന് എഴുതാൻ വേണ്ടി പോകുകയാണ്. വളകാപ്പ് എന്ന് മാത്രമല്ല, നന്ദുവിൻ്റെ വളകാപ്പ് എന്നും കൂടെ എഴുതണം. അപ്പോൾ ഇതേ മാമനും അനിയനും ഒക്കെ ഓരോ പരിപാടിയിലാണ്. പിന്നെ ഇതേ ഇതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. അങ്ങനെ എല്ലാവരും ഓരോരോ ജോലിയിലാണ്. ഓരോരോ ചളി കോമഡികളും ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിയത്തി ഒരു കട്ട അർജന്റീന മെസ്സി ഫാനാണെന്ന് അവളുടെ ആക്ഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അനിയനും നാത്തൂനും എവിടെ ചേച്ചിന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അവര് നാട്ടിലായിരുന്നു, അവളുടെ വീട്ടിലായിരുന്നു കേട്ടോ. അവള് പ്രഗ്നന്റ് ആയ മുതൽ അവിടെ തന്നെയാണ്. റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നേ. ഇപ്പൊ ഈ ഒരു ചടങ്ങിനോടൊക്കെ അടുപ്പിച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. രസം, പപ്പടം, മുട്ട വറുത്തത്, അതുപോലെ ചമ്മന്തി, ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം അനിയത്തി നന്ദുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അവള് നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ. കൈ നിറച്ചൊന്നും ഇടുന്നില്ല, സിമ്പിളായിട്ട് ദേ ഇങ്ങനെ 2 കൈയിലും ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ മൈലാഞ്ചിടലെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ആണെങ്കിൽ വയറ്റ് പൊങ്കാല ഇടണം, അതാണ് മെയിന്. അപ്പം ആ ഒരു വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ള ടെറ്റ ബേബി.